ഇന്ന് നമുക്ക് കുർത്തീസിൻ്റെ ഒരു വീഡിയോയാണ്. ഇപ്പോൾ അതെ ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ കുർത്തീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പീസസ് നമുക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റിലും ഉണ്ടാവില്ല, ഇത് വാട്സപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അവരിൽ നിന്നും നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത്, അതായത് നറുക്കിട്ടിട്ട് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും 3 പേരെ വീതം നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ടോട്ടൽ 9 പേർക്ക് നമ്മൾ എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വന്നിരിക്കുന്ന ഇങ്ങനെ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഇതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ട് ഒരു പ്ലീറ്റഡ് പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവിലും ഇതേപോലെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുർത്തി കാണിച്ചു തരാം. ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു പ്ലീറ്റഡ് വർക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു ഹാൻഡ് വർക്ക്, പിന്നെ ഇങ്ങനെ താഴേക്ക് പ്ലീറ്റ്സ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ടോപ്പ്, അതായത് ബോട്ടം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതായത് സ്ലീവൻ്റെ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ചന്തേരി സിൽക്കിൻ്റെ ഒക്കെ പോലുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2050 2050 ഇതിൻ്റെ റേറ്റ് വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ, ഇത് വിത്തൗട്ട് സ്ലിറ്റാണ്. നല്ലൊരു ഗ്രീൻ അല്ലേ? ഇതിനെന്നാ ഗ്രീൻ എന്നാണ് പറയുന്നത്, കറക്റ്റ് കളറാണോ? 2050 റേഞ്ചിൽ വരുന്ന കുർത്തീസ്. അടുത്തത് വരുന്നത് ഇത് കോട്ടൺ ആണ്. ഇതും വിത്തൗട്ട് സ്ലിറ്റാണ്. ഇത് കണ്ടോ, നല്ല കളേഴ്സ് അല്ലേ ഇതൊക്കെ, നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. അത് കണ്ടോ, ഒരു ലൈറ്റ് ബേജ് ടോൺ കൊടുത്തു, അതിനകത്തൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തു. അതേപോലെ തന്നെ സ്ലീവൻ്റെ ഒക്കെ കണ്ടോ, ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. സ്ലീവെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ യോക്കി കൊടുത്തിരിക്കുന്ന ഓർഗൻസ, എന്നിട്ട് അതിനകത്തൊരു എംബ്രോയിഡറി വർക്കും കൊടുത്തു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1999 റേറ്റ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ. അതിൻ്റെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ, പേസ്റ്റൽ ഗ്രീൻ, സെയിം പാറ്റേൺ, 1999. സ്ലീവൻ്റെ ഒക്കെ ഇങ്ങനെ വന്നു. നല്ലൊരു കോട്ടൻ്റെ തന്നെ നല്ലൊരു കൂടിയ മെറ്റീരിയലാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് ഇതും കോട്ടണാണ്, 1550. ഇതൊരു ഹക്കോബ പാറ്റേൺ. ഹക്കോബ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വീനെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്രോഷ്യോ ലേസും കൊടുത്തു. ഇത് വിത്ത് സ്ലിറ്റാണ്, സ്ലിറ്റുള്ള കുർത്തിയാണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി. ഇതിൻ്റെ നമ്മുടെ സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ. സ്ലീവിൻ്റെ ഇത് ഇങ്ങനെയാണ്, ഇവിടെ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേൺ കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കുർത്തീസാണ് കേട്ടോ, നല്ല ഫിറ്റിങ്ങും. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ഗ്രീനിഷ് ടോൺ, ഗ്രീൻ, നല്ല ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ. ഇത് വിത്ത് സ്ലിറ്റാണ്, ഈ കുർത്തീസ് വിത്ത് സ്ലിറ്റാണ്.
ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ, സെയിം ആ ഡിസൈൻ സെയിം തന്നെയാണ്. അടുത്തത് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നതും ഇതും ഒരു ചന്തേരി ഫീൽഡിൽ വരുന്ന മെറ്റീരിയലാണ്. അതേ നല്ലൊരു ഒരു ബ്ലൂ ഷെയ്ഡ്, ഇതിൻ്റെ നല്ലൊരു ഷെയ്ഡാട്ടോ. ഇത് കണ്ടോ, ഇതൊരു പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രിൻസസ് കട്ട് പാറ്റേൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഒതുക്കം തോന്നും. വിത്ത് കോളറോട് കൂടിയിട്ടുള്ള കുർത്തി 1499 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1499. സ്ലീവ് നമ്മുടെ സാധാരണ പോലെ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നു, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പർപ്പിൾ ടോൺ കോളർ നെക്കാണ്. 1499. ഇത് വിത്ത് സ്ലിറ്റാണ് അല്ലേ? ഇതും വിത്തൗട്ട് സ്ലിറ്റാണ് കേട്ടോ, വിത്തൗട്ട് സ്ലിറ്റാണ്. ഇതും ഇതിന് തൊട്ട് മുമ്പ് കാണിച്ചതും വിത്തൗട്ട് സ്ലിറ്റാണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തീസ്. അടുത്തത് കണ്ടോ, ഒരു മെറൂൺ ഷെയ്ഡ്. ഇതും നല്ലൊരു മെറ്റീരിയലാട്ടോ, നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാലേ, ഇതിൻ്റെ കണ്ടോ ഇവിടെ ഒരു ഓർഗൻസയുടെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ഇവിടെ ഒരു ഓർഗൻസയുടെ മെറ്റീരിയൽ. അപ്പോൾ നമ്മളിതിന് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പുള്ള ഇന്നർ ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ തന്നെ സ്ലീവെൻറ്റും അതേപോലെ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കുർത്തിയാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പുള്ള ഇന്നർ ഉപയോഗിച്ചിട്ട് വേണം ഇടാൻ. ഇവിടെ ചെറുതായിട്ടല്ലെങ്കിൽ നമുക്കൊന്ന് കാണും, ഈ ഓർഗൻസയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് ചെറുതായിട്ട് അല്ലെങ്കിൽ കാണും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1599. അടുത്തത് വരുന്നതും ഇതും ഒരു സിൽക്ക് മെറ്റീരിയൽ, സോഫ്റ്റ് ആയിട്ടൊരു സിൽക്ക് മെറ്റീരിയലിൽ ഒരു പീകോക്ക് ഗ്രീൻ ടോൺ. ഇങ്ങനെയാണ് യോക്ക്, വീനക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യം കാണിച്ച മെറൂണിൻ്റെ അതേ പാറ്റേൺ. അപ്പോൾ ഇവിടെ ആ ഒരു ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പോൾ ആ ഓർഗൻസയുടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും ഇവിടെ. അല്ലെങ്കിൽ ഇപ്പോൾ സെയിം ടോൺ കിട്ടുമല്ലോ, അങ്ങനെ ഇട്ടാലും മതി. ഇത് വരുന്നത് കോട്ടൺ. ഇതും വിത്തൗട്ട് സ്ലിറ്റാണ് കേട്ടോ, അല്ലേ? വിത്തൗട്ട് സ്ലിറ്റാണ്. വീനക്ക് പാറ്റേൺ. റേറ്റ് ഇതിൻ്റെ വരുന്നത് 1499. വിത്ത് ലൈനിങ് ആണ്, വിത്ത് നല്ല കോട്ടൺ ലൈനിങ് ആട്ടോ. സ്ലീവിന് ലൈനിങ് ഇല്ല. സ്ലീവിൻ്റെ ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു പൗഡർ ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ്. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വിത്തൗട്ട് സ്ലിറ്റാണ്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ഗ്രേ. അതിൻ്റെ കണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു ടക്ക് ഡിസൈൻ, ഇങ്ങനെ ഇത് കണ്ടോ, ഒരു പിൻ ടക്ക് പോലെ ഒരു ഡിസൈൻ ഇങ്ങനെ താഴേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഒരു പാറ്റേണിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ ടോൺ സെയിം തന്നെയാണ്, നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ സെയിം തന്നെ. 1499. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.